സെക്രട്ടേറിയറ്റ് മുന്നിൽ സമരമിരിക്കുന്ന ശ്രീജിത്തിന് പിന്തുണയുമായി യുവാക്കൾ രംഗത്ത്. നൂറുകണക്കിന് സാമൂഹ്യ പ്രവർത്തകരാണ് സെക്രട്ടേറിയറ്റ് മുന്നിൽ നടക്കുന്ന മാർച്ചിൽ പങ്കെടുക്കുന്നത്. ശ്രീജിത്തിന്റെ അനുജന്റെ മരണത്തിന് കാരണക്കാരായവർക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിഷേധം. റിനു ചേർന്നുണ്ട് സെക്രട്ടേറിയറ്റ് മുന്നിൽ നിന്നും. റിനു, കൂടുതൽ ജനങ്ങൾ, പ്രത്യേകിച്ച് യുവാക്കൾ ഈ വിഷയത്തിൽ ഇടപെടുന്നു, അവരുടെ പ്രതിഷേധം അറിയിക്കുന്നു, ശ്രീജിത്തിന് ഐക്യദാർഢ്യവുമായി രംഗത്തെത്തുന്നു. നടൻ ടോവിനോ അടക്കമുള്ളവർ എത്തുന്നു. അല്പം മുമ്പ് ടോവിനോയുടെ വാക്കുകളും നമ്മൾ കേട്ടിരുന്നു. സ്വാഭാവികമായും അദ്ദേഹവും പറഞ്ഞത് താൻ ഇവിടെ എത്തിയത് കൊണ്ട് കൂടുതൽ ആളുകളിലേക്ക് ഈ വിഷയം എത്തുന്നെങ്കിൽ അത് വലിയ കാര്യമാണ് എന്നാണ്. അത്തരത്തിൽ വിവിധ തലങ്ങളിൽ ഉള്ളവർ ഈ ഒരു വിഷയത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു കാഴ്ചയാണോ ഇന്ന്? സൗമ്യ, വലിയ രീതിയിലുള്ള ഒരു ഇടപെടൽ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ നിന്ന് ലഭിച്ചിരിക്കുന്നത്. അതായത് നൂറുകണക്കിന് പേരാണ് ഇപ്പോൾ ഇവിടെ പ്രതിഷേധവുമായി സമരം അനുഷ്ഠിക്കുന്ന ശ്രീജിത്തിന് പിന്തുണയുമായി എത്തിച്ചേർന്നതും. അതായത് 725 ദിവസമായി ഇദ്ദേഹം ഇവിടെ സമരം, സ്വന്തം രക്തത്തിൽ പിറന്ന അനുജന്റെ കൊലപാതകം എന്ന് അദ്ദേഹം പറയപ്പെടുന്ന അതുമായി ബന്ധപ്പെട്ട പ്രതികളെ അറസ്റ്റ് ചെയ്യണമെന്ന് നടപടി എടുക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ഇദ്ദേഹം ഇവിടെ സമരം അനുഷ്ഠിക്കുന്നത്. രാവിലെ ഏകദേശം 11 മണിയോടുകൂടി ടൊവിനോ ഇവിടെ എത്തിയിരുന്നു. ടൊവിനോ ശ്രീജിത്തിനെ സന്ദർശിച്ചതിന് ശേഷം അദ്ദേഹം മടങ്ങിപ്പോയി. ഇന്നലെ രമേശ് ചെന്നിത്തല ഇവിടെ എത്തി. അദ്ദേഹത്തിന് ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്ന സമയത്തായിരുന്നു ഇത്തരത്തിലൊരു എന്നാൽ മഞ്ഞുകൊണ്ട്, വെയിലുകൊണ്ട്, കൊതുകടി കൊണ്ട് ഇവിടെ കിടക്കേണ്ട ആവശ്യമില്ല എന്നുള്ളൊരു മറുപടിയാണ് അദ്ദേഹം നൽകിയത് എന്നാണ് ഇവർ ആരോപിക്കുന്നത്. ഇന്നലെ തന്നെ ശ്രീജിത്തിനെ കാണാൻ വേണ്ടി ചെന്നിത്തല എത്തിയപ്പോൾ പ്രതിഷേധ സ്വരം ഉയർന്നിരുന്നു. അദ്ദേഹം തന്നെ ആ എഡ്വേർഡ് എന്ന് പറയുന്ന, ഇന്ന് സോഷ്യൽ മീഡിയയിൽ സജീവമായി നിൽക്കുന്ന ആൻഡേഴ്സൺ എഡ്വേർഡ് എന്ന് പറയുന്ന വ്യക്തി തന്നെ ഇപ്പോൾ നമ്മളോട് ചേരുകയാണ്. സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ പ്രചരിക്കുന്നത് അദ്ദേഹം ഇടതുപക്ഷക്കാരനാണ്, ഇടതുപക്ഷം ഇറക്കിവിട്ട ഗുണ്ടയാണ് എഡ്വേർഡ് എന്നുള്ള ഒരു പ്രചരണം നിലനിൽക്കുന്നു. ഇപ്പോൾ അദ്ദേഹം തന്നെ ചേരുന്നുണ്ട്. സത്യത്തിൽ നിങ്ങൾ ഇടതുപക്ഷക്കാർ ചെന്നിത്തലയെ പ്രതിരോധിക്കാൻ ഇറക്കിവിട്ട ഒരു ഗുണ്ട തന്നെയാണോ? നിങ്ങൾ എന്നെ കണ്ടിട്ട് പറയാം, ഞാനൊരു ഗുണ്ടയാണ്. ഞാനൊരു മാധ്യമപ്രവർത്തകനാണ്. ഞാൻ തിരുവനന്തപുരം NTVയിൽ കഴിഞ്ഞ 9 വർഷമായി ജോലി ചെയ്യുന്ന മാധ്യമപ്രവർത്തകനാണ്. കഴിഞ്ഞ 9 വർഷമായി ജോലി ചെയ്യുന്ന മാധ്യമപ്രവർത്തകനാണ്. ഞാൻ നിരവധി ചാനലുകൾക്ക് വേണ്ടി നിരവധി പ്രോഗ്രാമുകൾ ചെയ്യുന്നുണ്ട്. കാരണം ഞങ്ങളൊരു പ്രൊഡക്ഷൻ ഹൗസാണ്. അല്ലാതെ ഞാൻ ശരിക്കും കോൺഗ്രസ് കുടുംബത്തിൽ നിന്ന് വരുന്ന ആളാണ്. കൊല്ലം ജില്ലയിൽ കുന്നത്തൂർ താലൂക്കിൽ ശാസ്താംകോട്ടയാണ് എൻ്റെ സ്ഥലം. ശാസ്താംകോട്ട രാജഗിരി വാർഡിൽ ഈ പാർട്ടിയിൽ വരുന്നതിന് മുമ്പ് KSUവിലെത്തിയ ആളാണ്. ആരുടെയും പെട്ടി ചുമക്കാൻ പോകാത്തത് കൊണ്ട് എൻ്റെ അപ്പൻ നേതാവായില്ലെന്നേ. KSUവിലെത്തിയ ആളാണ് എൻ്റെ അപ്പൻ. ആരുടെയും പെട്ടി ചുമക്കാൻ പോകാത്തത് കൊണ്ട് എൻ്റെ അപ്പൻ നേതാവായില്ലെന്നേ ഉള്ളൂ. എൻ്റെ അപ്പൻ വളരെ വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന കോൺഗ്രസ് പ്രവർത്തകനാണ്. അന്നും ഇന്നും ഒരുപാട് യാതനകൾ, ഞങ്ങളുടെ വീട്ടിൽ ഭക്ഷണം വെച്ചിട്ടില്ലെങ്കിൽ പോലും പാർട്ടിയുടെ പോസ്റ്റ് ഒട്ടിക്കാൻ പശ കലക്കാൻ വീട്ടിൽ നിന്ന് പൈസ എടുത്തുകൊണ്ട് പോകുന്ന ആളാണ് എൻ്റെ അപ്പൻ. ജോലി ചെയ്ത കാശ് മുഴുവൻ പാർട്ടിക്ക് വേണ്ടി ചിലവാക്കിയിട്ടുള്ള ആളാണ്. അതിനകത്ത് ആരും രമേശ് ചെന്നിത്തല ഞാൻ രമേശ് ചെന്നിത്തല എന്ന് പറയുന്ന വ്യക്തിയെ ഒരിക്കലും ഞാൻ ചോദ്യം ചെയ്തിട്ടില്ല. കഴിഞ്ഞ തവണത്തെ ഞങ്ങൾ നേരിട്ട് പോയി കണ്ട ആഭ്യന്തര വകുപ്പ് മന്ത്രിയോടാണ് ഞാൻ ചോദിച്ചത്. അന്ന് അദ്ദേഹം എന്തായിരുന്നു പറഞ്ഞിരുന്നത്? ഞങ്ങൾ അന്ന് ചെന്ന് കണ്ടപ്പോൾ, അപ്പോയിൻമെൻ്റ് എടുത്താണ് പോയി കണ്ടത്. ചെന്ന് കണ്ടപ്പോൾ വളരെ ഇതായിട്ട് പറഞ്ഞു, ഞാൻ കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഒരു തമാശ രൂപേണ ശ്രീജിത്തിനോടായി പറഞ്ഞു, അവിടെ ഭയങ്കര പൊടിയാണ്, റോഡ് സൈഡിലാണ് കിടക്കുന്നത്, ഭയങ്കര വെയിലാണ്, മഴയും മഞ്ഞും ഏൽക്കേണ്ടി വരും, ഭയങ്കര കൊതുകടിയുള്ള സ്ഥലമാണ് കേട്ടോ, നിനക്ക് വീട്ടിലിരുന്നാൽ പോരെ, ബാക്കി ഞങ്ങൾ ചെയ്തു തരാമെന്ന്. അങ്ങനെ പറഞ്ഞ മനുഷ്യൻ ഇന്നലെ വന്ന് വളരെ അടുത്ത് നിന്നിട്ട് നമുക്ക് കോടതി പോകാൻ ശ്രീജിത്ത്, ഗവൺമെൻറ്റിനെ കൊണ്ട് നമുക്കിത് ചെയ്യിക്കാം. എന്തുകൊണ്ട് ആ കാലഘട്ടത്തിൽ ഇദ്ദേഹം ഇച്ഛാശക്തിയോടുകൂടി ഇത് ചെയ്തില്ല? അത് തെളിവുകളാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കേരള വിദ്യാർത്ഥി യൂണിയന്റെ മിലാദേശ്വരി ഹയർ സെക്കൻഡറി സ്കൂളിലെ യൂണിറ്റ് സെക്രട്ടറിയായി തുടങ്ങി, ക്ലാസ് ലീഡറായി തുടങ്ങി, ദേവസ്വം ബോർഡ് കോളേജിൽ പഠിക്കാൻ വരുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ ഉപദ്രവിച്ചത് സിപിഎമ്മിന്റെ പ്രവർത്തകരെയും DYFIക്കാരെയും SFIക്കാരെയുമാണ്. അതിന് എന്നെ ഇങ്ങനെ പറഞ്ഞു വിട്ടത് കോൺഗ്രസ്സുകാരായിരുന്നു. എന്റെ അപ്പൻ ഒരിക്കലും അക്രമ രാഷ്ട്രീയത്തിന് വിട്ടിട്ടില്ല. പക്ഷേ ഇന്നത്തെ ഇവിടുത്തെ പല രാഷ്ട്രീയ നേതാക്കൾ അടക്കം അവരാരും പക്ഷേ ഇതുവരെ എന്നോടൊന്നും ചോദിച്ചിട്ടില്ല. അവർക്ക് വേണ്ടി ഞാൻ എന്റെ ജീവനും ജീവിതവും കളഞ്ഞതാ. പാഠപുസ്തക സമരത്തിൽ ഹൈബീഡിനെ അടക്കം ഇവിടെ അടിച്ചപ്പോ ഞാൻ കൂടെ നിന്നതാ. കൊല്ലത്ത് വിനോദ് കണ്ണങ്കര എന്ന് പറയുന്ന എന്റെ സുഹൃത്ത്, ആള് പിന്നീട് ആത്മഹത്യ ചെയ്ത് മരിച്ചുപോയി. വിനോദ് കണ്ണങ്കര എന്ന് പറയുന്ന എൻ്റെ സുഹൃത്ത്, ആള് പിന്നീട് ആത്മഹത്യ ചെയ്ത് മരിച്ചുപോയി. വിനോദ് കണ്ണങ്കരയുടെ തലയിൽ റിസീവർ വെച്ച് അശോകൻ എന്ന് പറയുന്ന CI ഇടിച്ചു പൊട്ടിച്ചപ്പോൾ കൂടെ താങ്ങിയ ആളാ ഞാൻ. സഞ്ജയ് ഖാൻ എന്ന് പറയുന്ന എൻ്റെ സുഹൃത്തിനെ പാളയത്തിട്ട് KSUവിൻ്റെ മാർച്ചിൻ്റെ ഇടയ്ക്ക് പോലീസ് അടിച്ച് നെറ്റി പൊട്ടിച്ചപ്പോൾ ആശുപത്രി കൊണ്ടുപോയ ആളാ ഞാൻ.
ഞാനിപ്പോഴും KSU വികാരമുള്ള ആളാണ്, KSU കുടുംബത്തിലാണ്. അപ്പോൾ എനിക്ക് ചോദിക്കാം, കാരണം ഈ രമേശ് ചെന്നിത്തലയ്ക്ക് വേണ്ടി ഞാൻ പോസ്റ്റർ ഒട്ടിച്ചിട്ടുണ്ട്. നീലക്കൊടിക്ക് ശേഷം ത്രിവർണം പിടിച്ച ആളാണ് ഞാൻ. യൂത്ത് കോൺഗ്രസ് പതാക ആളാണ് ഞാൻ. കോൺഗ്രസ് കുടുംബമാണ്. എന്നെ CPM-കാരനാകാൻ ആരും നോക്കണ്ട, ഞാൻ CPM-കാരനല്ല. ഈ ഒരു വിഷയം വന്നതിന് ശേഷം സോഷ്യൽ മീഡിയ ശക്തമായി തങ്ങൾക്കെതിരെ തിരിഞ്ഞിട്ടുണ്ട്. ചില അജണ്ടയുടെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു ഭീഷണിയോ ഫോൺ ഭീഷണിയോ അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടോ? കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ശ്രീജിത്തിന്റെ സമരപന്തലിൽ എത്തിയപ്പോൾ ആ വിഷയത്തിൽ താങ്കൾ ആഭ്യന്തരമന്ത്രിയായിരുന്നപ്പോൾ ഞങ്ങൾ സമീപിച്ചതല്ലേ, അന്ന് താങ്കൾ പരിഹസിച്ചു വിട്ടതല്ലേ എന്ന് പറഞ്ഞ് ചെന്നിത്തലയുടെ ആ സന്ദർശനത്തെ ചോദ്യം ചെയ്ത യുവാവാണ് ഇപ്പോൾ പീപ്പിൾ ടിവിയോട് സംസാരിച്ചത്. അന്ന് ശ്രീജിത്തിനെ പരിഹസിച്ചു വിടുകയായിരുന്നു ചെന്നിത്തല ചെയ്തത്. മറിച്ച് സഹോദരൻ ശ്രീജീവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് അന്വേഷണത്തിൽ എന്തെങ്കിലും നടപടിയെടുക്കാൻ തയ്യാറായിരുന്നില്ല UDF സർക്കാർ. ഈ ഒരു പശ്ചാത്തലത്തിലാണ് അങ്ങനെ ഒരു പ്രതിഷേധം സമരപന്തലിൽ നടന്നത്. ഏതായാലും കൂടുതൽ യുവാക്കൾ, നൂറുകണക്കിന് യുവാക്കൾ ആണ് ഇന്നിപ്പോൾ പ്രതിഷേധവുമായി തെരുവിലിറങ്ങിയിരിക്കുന്നത് ശ്രീജിത്തിന് വേണ്ടി, ശ്രീജിത്തിന്റെ പോരാട്ടത്തിന് വേണ്ടി, അതിൽ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട്. ശ്രീജിത്തിന്റെ സമരത്തിന് ഐക്യദാർഢ്യവുമായ നടൻ ടോവിനോ സമരപന്തലിൽ എത്തി. ടോവിനോയുടെ വാക്കുകളിലേക്ക്. ഞാൻ ഈ സംഭവത്തിനെ പറ്റി ഞാൻ അറിഞ്ഞത് കുറച്ച് ദിവസം മുമ്പാണ്. അതെന്റെ ഭാഗത്ത് നിന്ന് പറ്റിയൊരു തെറ്റാണ്. കാര്യം ഞാൻ ഇപ്പോൾ അത്രയും ഈ സോഷ്യൽ മീഡിയയിൽ നോക്കിയിരിക്കാറില്ല. അപ്പോൾ എൻ്റെ ചേട്ടനാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് ഇങ്ങനൊരു കാര്യമുണ്ട്, ഇങ്ങനൊരു സംഭവം നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം. അപ്പോൾ ചേട്ടനാണ് എനിക്ക് അതിനെപ്പറ്റി കൂടുതൽ ന്യൂസും എടുത്തു തന്നത്. അപ്പോൾ ഞാൻ വായിച്ചപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നി. കാര്യം ഒരു യുവാവ് കഴിഞ്ഞ 765ാമത്തെ ദിവസമാണെന്ന്. ഇത്രയും ദിവസങ്ങളായിട്ട് ഇവിടെ വളരെ സമാധാനപരമായിട്ടാണ് ഈ സമരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരാളങ്ങനെ വെറുതെ 765 ദിവസം വന്നിരിക്കില്ല. അപ്പോൾ അയാളുടെ കോസിൽ ഒരു ജെന്യൂനിറ്റി ഉണ്ട്. അപ്പോൾ അതിനൊരു സപ്പോർട്ട് അറിയിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ വന്നത്. ഞാൻ വന്നതിൻ്റെ പേരിൽ ഇവിടെ ഞാൻ അറിയാതിരുന്ന പോലെ അറിയാതിരിക്കുന്ന മറ്റു ആൾക്കാരെ അറിയുമെങ്കിൽ സന്തോഷം. അപ്പോൾ ഇതിൻ്റെ കുറ്റവാളികൾ ആരാണെന്നൊക്കെ അത് ഞാൻ തീരുമാനിക്കുന്ന കാര്യമല്ല, നമ്മളാരും തീരുമാനിക്കുന്നതല്ല. അത് കേസ് അന്വേഷണം വേണം, വ്യക്തമായിട്ടുള്ള അന്വേഷണം വേണം, കൃത്യമായിട്ടുള്ള അന്വേഷണം നടന്ന് ആ കുറ്റവാളികൾ ആരാണോ അവർക്ക് ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്ന രീതിയിലുള്ള അവരർഹിക്കുന്ന ശിക്ഷ കൊടുക്കുക തന്നെ വേണം. സുപ്രീം കോടതി പ്രതിസന്ധി പരിഹരിക്കാൻ ബാർ കൌൺസിൽ പ്രതിനിധികൾ ഇന്ന് ചീഫ് ജസ്റ്റിസുമായി കൂടിക്കാഴ്ച നടത്തും. രാത്രി 7:30 കൂടിക്കാഴ്ച എന്നാണ് സൂചന. പ്രശ്നപരിഹാരത്തിന് തിരക്കിട്ട നീക്കങ്ങളാണ് ഇപ്പോൾ ദില്ലിയിൽ നടത്തുന്നത്. ജസ്റ്റിസ് ചെലമേശ്വറുമായി ബാർ കൌൺസിൽ പ്രതിനിധികൾ കൂടിക്കാഴ്ച നടത്തി. അസമയം പ്രതിസന്ധിക്കിടെ ഭരണഘടനാ ബെഞ്ചുകൾ ബുധനാഴ്ച മുതൽ വാദം കേട്ടു തുടങ്ങും. വിഷ്ണു ചേർന്നുണ്ട് വിവരങ്ങളുമായി. വിഷ്ണു, എങ്ങനെയാണ് വിശദാംശങ്ങൾ? സൗമ്യ, ഇപ്പോൾ ഒരു പ്രശ്നപരിഹാരത്തിന് തിരക്കിട്ട നീക്കങ്ങൾ തന്നെയാണ് ഡൽഹിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ജസ്റ്റിസ് ചെലമേശ്വറിന്റെ വസതിയിൽ കഴിഞ്ഞ ദിവസം ബാർ കൌൺസിൽ അംഗങ്ങൾ നിയോഗിച്ച ഉന്നത സമിതി അംഗം ഇപ്പോൾ ജസ്റ്റിസ് ചെലമേശ്വറുമായി കൂടിക്കാഴ്ച നടത്തുകയാണ്. മനൻലാൽ മിശ്രയുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഈ ഒരു കൂടിക്കാഴ്ച നടക്കുന്നത്. ഒരു അരമണിക്കൂറോളമായി ഈ കൂടിക്കാഴ്ച ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തു തന്നെയായാലും ഇന്ന് തന്നെ എത്രയും ജഡ്ജിമാരെ കാണാൻ കഴിയുമോ അത്രത്തോളം ജഡ്ജിമാരെ കണ്ട് ചർച്ച ചെയ്ത് നാളെ കൊണ്ട് ഈ ഒരു പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാക്കുക എന്നതാണ് ഇപ്പോൾ ഇവരുടെ മുന്നിലുള്ള ഒരു പ്രതിസന്ധി. എന്തു തന്നെയാലും ഇപ്പോൾ ജസ്റ്റിസുമാരെ രഞ്ജൻ ഗൊഗോയ് തുടങ്ങിയ ചില ജഡ്ജിമാർ ദില്ലിയിൽ ഇല്ല. ഇവർ നാളെ മാത്രമേ എത്തിച്ചേരുകയുള്ളൂ. ഇപ്പോൾ ഇവർ RK അഗർവാളുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഈ RK അഗർവാളുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷമാണ് ഇപ്പോൾ ചെലമേശ്വറുമായി കൂടിക്കാഴ്ച നടത്തുന്നത്. ഇതിന് പിന്നാലെ ഇവർ മറ്റ് ജഡ്ജിമാരുമായി കൂടിക്കാഴ്ച നടത്തുകയും ഈ വിവരങ്ങളെല്ലാം ഇന്ന് വൈകിട്ട് 7:30 ഈ കൗൺസിൽ അംഗങ്ങൾ, അതായത് മനൻലാൽ മിശ്രയുടെ നേതൃത്വത്തിലുള്ള അംഗങ്ങൾ വൈകിട്ട് 7:30 ചീഫ് ജസ്റ്റിസ് ദീപക് മിശ്രയുമായി കൂടിക്കാഴ്ച നടത്തും, ചർച്ച നടത്തും. ആ ഒരു കൂടിക്കാഴ്ചയിൽ ചെലമേശ്വർ അടക്കമുള്ളവരുടെ ആവശ്യങ്ങളെല്ലാം തന്നെ ചീഫ് ജസ്റ്റിസുമായും ചർച്ച ചെയ്യും. ഇതിലൂടെ ഒരു സമവായം ഉണ്ടാക്കിയെടുക്കുകയാണ് ലക്ഷ്യം. എന്തു തന്നെയായാലും നാളെ എല്ലാ ജഡ്ജിമാരും സുപ്രീം കോടതിയിൽ എത്തും. അതുപോലെ തന്നെ നാളെ സുപ്രീം കോടതിയിൽ ഫുൾ കോർട്ട് വിളിക്കുന്നത് അടക്കമുള്ള ആവശ്യങ്ങളും നാളെ പരിഗണിക്കും. ഇന്നലെ
യോഗം ചേർന്നപ്പോൾ ബാർ അസോസിയേഷൻ, സുപ്രീം കോടതി ബാർ അസോസിയേഷനും ഫുൾ കോർട്ട് വിളിച്ചു ഒരു പ്രശ്നം ചർച്ച നടത്തി ഈ ഒരു പ്രശ്നം പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. ഇതുപ്രകാരം നാളെ ഫുൾ കോർട്ട് വിളിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങളിലും തീരുമാനം ഉണ്ടാകും. അതുപോലെ മറ്റൊരു സുപ്രധാന കാര്യം, സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ച് പരിഗണിക്കുന്ന കേസുകൾ, അതായത് ആധാർ, ശബരിമല തുടങ്ങിയ കേസുകളെല്ലാം തന്നെ ബുധനാഴ്ച മാത്രമേ പരിഗണിക്കുകയുള്ളൂ. ഈ ഒരു പ്രശ്നത്തിന് ഇപ്പോൾ സുപ്രീം കോടതിയിൽ ഉണ്ടായിരിക്കുന്ന ഒരു പ്രതിസന്ധിക്ക് പരിഹാരം ഉണ്ടായതിനു ശേഷം മാത്രം സുപ്രധാന കേസുകൾ പരിഗണിച്ചാൽ മതി എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ബുധനാഴ്ചയിലേക്ക് മാത്രം ഈ കേസ് ആധാറും അതുപോലെ തന്നെ ശബരിമലയിലെ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേസുകളെല്ലാം ബുധനാഴ്ചയിലേക്ക് മാറ്റിയത്. പിന്നീട് വരുന്നത് ജസ്റ്റിസ് ലോയയുടെ മരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേസാണ്. ഇത് നാളെ പരിഗണിക്കാനിരുന്നതാണ്. എന്നാൽ നാളെ ഈ ഒരു പ്രതിസന്ധി പരിഹരിക്കാതെ നാളെ ഈ ജസ്റ്റിസ് ലോയയുടെ കേസ് പരിഗണിച്ചാൽ സുപ്രീം കോടതിയിലെ എല്ലാ 10 കോടതികളാണുള്ളത്. 10 കോടതികളും നിർത്തിവെക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക്, പ്രതിഷേധത്തെ തുടർന്ന് അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങും എന്നുള്ളൊരു സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു പ്രതിസന്ധി പരിഹരിച്ച് ചൊവ്വാഴ്ചയിലേക്ക് ഈ ജസ്റ്റിസ് ലോയയുടെ കേസ് പരിഗണിക്കാം എന്നൊരു സമവായത്തിലേക്ക് ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. സൗമ്യ, ഇപ്പോൾ ബാർ കൗൺസിൽ ജസ്റ്റിസ് ചെലമേശ്വറുമായി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. ഏതായാലും കഴിഞ്ഞ ദിവസം തന്നെ ജഡ്ജിമാരുടെ വാക്കുകളിൽ നിന്നും വ്യക്തമാകാൻ സാധിക്കുന്നത് സുപ്രീം കോടതി നടപടികൾ പൂർവ്വസ്ഥിതിയിൽ കൊണ്ടുവരുന്നതിന് ഒരുപക്ഷെ ഇവർ പൂർണ്ണമായും യോജിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് തിങ്കളാഴ്ച മുതൽക്ക് തന്നെ കോടതിയിലേക്ക് എത്തുന്നത് അടക്കമുള്ള കാര്യങ്ങൾ ഇവർ അറിയിച്ചിട്ടുമുണ്ട്. പക്ഷേ അതിനും അപ്പുറത്തേക്ക് നിലനിൽക്കുന്ന പ്രശ്നം എന്ന് പറയുന്നത് ചീഫ് ജസ്റ്റിസുമായി ബന്ധപ്പെട്ടത് തന്നെയാണ്. അവിടെ ഇപ്പോഴും കേന്ദ്ര സർക്കാർ ദീപക് മിശ്രയെ പ്രൊട്ടക്ട് ചെയ്ത് തന്നെ നിൽക്കുന്നു എന്നുള്ളൊരു സാഹചര്യവുമുണ്ട്. അതുകൊണ്ട് തന്നെ നിലവിലുള്ള പ്രതിഷേധം ഇത്തരം കാര്യങ്ങളിൽ ഒഴിച്ച് നിലവിലുള്ള പ്രതിഷേധം കെട്ടടങ്ങാനുള്ള സാധ്യത ഏതെങ്കിലും വിധത്തിൽ കാൽക്കുലേറ്റ് ചെയ്യാമോ? സൗമ്യ, തീർച്ചയായും ഈ ഒരു വിഷയത്തിൽ കേന്ദ്ര സർക്കാർ ഇപ്പോഴും മൗനം പാലിക്കുകയാണ്. കേന്ദ്ര സർക്കാർ ദീപക് മിശ്രയെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു നടപടിയിലേക്കാണ് നീങ്ങിയിരിക്കുന്നത്. ഈ ഒരു വിഷയത്തിൽ കേന്ദ്ര സർക്കാർ കഴിഞ്ഞ ദിവസം പ്രതികരിച്ചത് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് നിയമവ്യവസ്ഥയ്ക്ക് അകത്തുള്ളൊരു പ്രശ്നമാണ്, അതുകൊണ്ട് കോടതിയിൽ തന്നെ ഇതിനൊരു പരിഹാരം കാണട്ടെ എന്നൊരു നിലപാടായിരുന്നു കേന്ദ്ര സർക്കാർ സ്വീകരിച്ചത്. എന്നാൽ കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ദീപക് മിശ്രയുമായി ഒരു കൂടിക്കാഴ്ചയ്ക്ക് ശ്രമിച്ചിരുന്നു. പ്രിൻസിപ്പൽ സെക്രട്ടറി ദീപക് മിശ്രയുടെ വസതിക്ക് മുന്നിൽ വരെ എത്തിയെങ്കിലും ചീഫ് ജസ്റ്റിസ് ദീപക് മിശ്ര ഒരു കൂടിക്കാഴ്ചയ്ക്ക് അനുമതി നിഷേധിച്ചതുകൊണ്ട് പ്രിൻസിപ്പൽ സെക്രട്ടറി മടങ്ങി പോകുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. എന്തു തന്നെയായാലും ഈ ഒരു വിഷയത്തിൽ പുറമെ കേന്ദ്ര സർക്കാർ മൗനം പ്രകടിപ്പിക്കുമ്പോഴും ഒരു സമവായം ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ ഇവർ നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ കേന്ദ്ര സർക്കാർ ഇപ്പോൾ സുപ്രീം കോടതിയുടെ അധികാരത്തിലും കൈകടത്തുന്നു എന്നുള്ള ഒരു വാദം വളരെ ശക്തമായി തന്നെ എല്ലാവരും ഉന്നയിക്കുന്നുണ്ട്. വിഷ്ണുവാണ് വിവരങ്ങൾ നൽകിയത്. ഏതായാലും പ്രതിസന്ധി എങ്ങനെയും പരിഹരിക്കുക എന്ന തരത്തിലുള്ള നീക്കങ്ങളാണ് ദില്ലി കേന്ദ്രീകരിച്ച് നടക്കുന്നത്. ശബരിമലയിൽ ഇന്ന് മകരസംക്രമം. ഉച്ചയ്ക്ക് 1:45 സംക്രമ പൂജ. മകരസംക്രമ ദിവസം അയ്യപ്പനെ തൊഴാൻ വലിയ തിരക്കാണ് സന്നിധാനത്തും പരിസരത്തുമുള്ളത്. സന്നിധാനത്തു നിന്നും ഞങ്ങളുടെ പ്രതിനിധി ബിജേഷ് ഉദ്ധവ് ചേർന്നുണ്ട് വിവരങ്ങളുമായി. ബിജേഷ്, വലിയ തിരക്ക് അത് നിയന്ത്രിക്കാനുള്ള തയ്യാറെടുപ്പുകളൊക്കെ തന്നെയും എങ്ങനെയാണ്? കൂടുതൽ ആളുകൾ എത്തിക്കൊണ്ടിരിക്കുകയാണോ? കൂടുതൽ അയ്യപ്പന്മാർ എത്തിക്കൊണ്ടിരിക്കുകയാണോ? എങ്ങനെയാണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ? മകരവിളക്ക് പൂജകൾ ഉച്ചയ്ക്ക് 1 മണിയോടുകൂടെ തന്നെയാണ് മകരസംക്രമ പൂജ നടക്കുക. രാവിലെയും ഇന്നലെയും ഒക്കെ ആയിട്ട് തന്നെ ശുദ്ധി കലശമടക്കമുള്ള പൂജകളെല്ലാം തന്നെ നടന്നു. അതോടൊപ്പം തന്നെ 25 കലശങ്ങൾ ചേർത്ത് വെച്ചുള്ള ഉച്ചപൂജയാണ് നടക്കുന്നത്. അതിനുശേഷം 1:45 മകരസംക്രമ പൂജ. ധനുരാശിയിൽ നിന്നും മകരം രാശിയിലേക്കുള്ള മാറ്റമാണ് മകരസംക്രമമായിട്ട് കണക്കാക്കുന്നത്. അത് 1:45 ആ പൂജ നടക്കും. 1:45 മകര സംക്രമ പൂജ കഴിയുന്നതോടുകൂടി നട അടയ്ക്കുകയും അതോടൊപ്പം തന്നെ 18 പടികളിലുള്ള അയ്യപ്പന്മാരുടെ മുകളിലേക്കുള്ള കയറ്റവും അവസാനിക്കും. അതിനുശേഷം അയ്യപ്പ ഭക്തന്മാരെ ആരെയും തന്നെ 1:45 നടയടച്ചതിന് ശേഷം 18 പടികളും കയറി മുകളിലേക്ക് കയറ്റിവിടുകയില്ല. അതിനുശേഷം വൈകിട്ട് 5 മണിയോടുകൂടെ തന്നെ ശരംകുത്തിയിൽ തിരുവാഭരണ ഘോഷയാത്ര എത്തും.
ശരംകുത്തിയിൽ വെച്ച് തിരുവാഭരണ ഘോഷയാത്രയ്ക്ക് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരും പ്രസിഡന്റും അടക്കമുള്ളവർ സ്വീകരണം നൽകും. അതിനുശേഷം പ്രസിഡന്റും അടക്കമുള്ളവർ സ്വീകരണം നൽകിയതിന് ശേഷമായിരിക്കും അത് സന്നിധാനത്തെത്തുക. 6 മണിക്ക് സന്നിധാനത്തെത്തും. 6:30 തിരുവാഭരണം ചാർത്തി അയ്യപ്പന് ദീപാരാധന നടക്കും. ഈ സമയത്ത് കിഴക്കേ ചക്രവാളത്തിൽ മകര നക്ഷത്രം തെളിയും. അതിനുശേഷമായിരിക്കും ഇതിന് നേരെ എതിർവശത്തുള്ള പൊന്നമ്പല മേട്ടിൽ 3 തവണ മകരജ്യോതി തെളിയുക. ആ 3 തവണ മകരജ്യോതി തെളിയുന്ന ആ ദൃശ്യത്തിനും ആ അനുഗ്രഹത്തിനും വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ഇവിടുത്തെ ഓരോ അയ്യപ്പ ഭക്തനും. കഴിഞ്ഞ ഏറെ നാളുകളായിട്ട് വ്രതം നോറ്റ് മാലയിട്ട് കറുപ്പണിഞ്ഞ് ഇവർ ഇവിടെ എത്തിയിരിക്കുന്നതും ഈ വ്രതങ്ങളെല്ലാം നോറ്റ് നിൽക്കുന്നതും എല്ലാം തന്നെ മകരജ്യോതി ദർശനത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പിന് വേണ്ടിയാണ്. അത് ഇന്ന് വൈകിട്ടോടുകൂടെ ഉണ്ടാകും. 6:45 മകരജ്യോതി ദർശനം സാധ്യമാവുക എന്നാണ് അറിയുക. 6:40 തന്നെ ദീപാരാധന കഴിഞ്ഞ് നട തുറക്കും. അതിനുശേഷം പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി തെളിയുകയും ഈ വർഷത്തെ മകര സംക്രമ പൂജയും അതോടൊപ്പം തന്നെ മകരസംക്രമം എല്ലാം അവസാനിക്കുകയും ചെയ്യും. എന്തായാലും സന്നിധാനവും പരിസരവും ശബരിമലയും എല്ലാം തന്നെ മകരജ്യോതി ദർശിക്കുന്നതിനും മകരസംക്രമ പൂജയ്ക്ക് അനുഗ്രഹങ്ങൾ നേടുന്നതിനും ഒക്കെയുള്ള അയ്യപ്പ ഭക്തന്മാരുടെ വലിയ ഒരു തിരക്ക് ഇപ്പോഴും ഇവിടെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നു. വൈകിട്ട് മകരജ്യോതി ദർശനവും എല്ലാം കഴിഞ്ഞതിന് ശേഷം അയ്യപ്പ ഭക്തന്മാർ മലയിറങ്ങുന്ന ഒരു തിരക്കുണ്ടാകും. അതിനുവേണ്ട എല്ലാ സുരക്ഷാ സജ്ജീകരണങ്ങളും പോലീസിന്റെ ഭാഗത്തു നിന്നും ഒരുക്കിയിട്ടുണ്ട്. മല കയറുന്നതോടൊപ്പം തന്നെ മലയിറങ്ങുന്ന അയ്യപ്പ ഭക്തന്മാരെ യാതൊരു അപകടവും ഇല്ലാതെ തന്നെ പമ്പയിലെത്താനുള്ള എല്ലാ ഒരുക്കങ്ങളുമാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഒരുക്കിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ കൂടുതൽ പോലീസിന്റെ അംഗബലം വർദ്ധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ അംഗബലം വർദ്ധിപ്പിച്ചതിന്റെ ഭാഗമായിട്ട് യാതൊരു വിധത്തിലുള്ള അപകടങ്ങളും ഇല്ലാതെ തന്നെ മുന്നോട്ട് പോകുന്നതിനുള്ള ക്രമീകരണങ്ങളാണ് ജില്ലാ ഭരണകൂടവും സംസ്ഥാന സർക്കാരും എല്ലാം തന്നെ ഒരുക്കിയിരിക്കുന്നത്. എന്തായാലും വൈകിട്ടത്തെ മകരജ്യോതി ദർശനത്തിന് ശേഷം ശബരിമലയിൽ ഉണ്ടായിരിക്കുന്ന വലിയ ഭക്തജന തിരക്ക് അവസാനിക്കുകയും ചെയ്യും. എന്തായാലും ഈ വർഷത്തെ മകരജ്യോതി ദർശനവും മകരസംക്രമ പൂജയുമെല്ലാം തന്നെ വൈകിട്ടോടുകൂടെ അവസാനിക്കും. ബിജേഷ് നടുവിലാണ് സന്നിധാനത്തു നിന്നുമുള്ള വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തകളിലേക്ക്. ചെങ്ങന്നൂർ MLA KK രാമചന്ദ്രൻ നായർ അന്തരിച്ചു. പുലർച്ചെ 4-ന് ചെന്നൈയിലായിരുന്നു അന്ത്യം. കരൾ രോഗബാധയെ തുടർന്നാണ് അന്ത്യം സംഭവിച്ചത്. വൈകുന്നേരത്തോടുകൂടി മൃതദേഹം നാട്ടിലെത്തിക്കും. നാളെയാണ് സംസ്കാരം നടക്കുക. ഷാജഹാൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഷാജഹാൻ, എപ്പോഴേക്കായിരിക്കും മൃതദേഹം എത്തിക്കുക? എവിടെയായിരിക്കും ഇന്ന് പൊതുദർശനം? അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ. സൗമ്യ, KKRന്റെ മൃതദേഹം ഇപ്പോൾ ചെന്നൈയിൽ നിന്നും കേരളത്തിലേക്ക് കൊണ്ടുവന്നു എന്നാണ് നമുക്കറിയാൻ സാധിച്ചിരിക്കുന്നത്. ഉച്ചയ്ക്ക് ശേഷം തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിക്കും. ബന്ധുക്കളും അതോടൊപ്പം തന്നെ ചെങ്ങന്നൂരിലെ പാർട്ടി പ്രവർത്തകരുമൊക്കെ ചേർന്നാവും മൃതദേഹം ഏറ്റുവാങ്ങുക. അതിനുശേഷം തിരുവനന്തപുരത്ത് തന്നെ അത് മോർച്ചറിയിൽ സൂക്ഷിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. നാളെ രാവിലെ 8 മണിയോടുകൂടി തിരുവനന്തപുരത്ത് മൃതദേഹം പൊതുദർശനത്തിന് വയ്ക്കും. ജനപ്രതിനിധികൾക്കും മറ്റും തങ്ങളുടെ സഹപ്രവർത്തനെ അവസാനമായി ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി തിരുവനന്തപുരത്ത് പൊതുദർശനത്ത് വയ്ക്കുന്നത്. അതിനുശേഷം അവിടെ നിന്നും വിലാപയാത്രയായിട്ടായിരിക്കും ചെങ്ങന്നൂരിലേക്ക് എത്തിക്കുക. ചെങ്ങന്നൂർ ഏരിയ കമ്മിറ്റി ഓഫീസിൽ ആദ്യം പൊതുദർശനത്തിന് വയ്ക്കും. അതിനുശേഷം വീട്ടിൽ കൊണ്ടുവന്ന് മൃതദേഹം പൊതുദർശനത്തിന് വെച്ച ശേഷം വൈകിട്ട് 5 മണിയോടുകൂടി സംസ്കാര ചടങ്ങുകൾ നടക്കും എന്നുള്ളതാണ് CPMന്റെ ആലപ്പുഴ ജില്ലാ കമ്മിറ്റി ഇപ്പോൾ നമ്മളെ അറിയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി അദ്ദേഹം രോഗബാധിതനായി ചികിത്സയിലായിരുന്നു. കഴിഞ്ഞ 2 ദിവസമായി രോഗം മൂർച്ഛിച്ച ഒരവസ്ഥയും നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നു. ഇന്ന് പുലർച്ചെ 4:30 മണിയോടുകൂടിയാണ് അദ്ദേഹത്തിന് മരണം സംഭവിച്ചതായിട്ട് സ്ഥിരീകരണമുണ്ടായത്. ആലപ്പുഴ ജില്ലാ സമ്മേളനം കായംകുളത്ത് നടന്നു വരികയാണ്. പിണറായി വിജയൻ അടക്കമുള്ള CPMന്റെ സമുന്നത നേതാക്കൾ എല്ലാവരും തന്നെ ഇവിടെ ഉണ്ട്. എന്തായാലും ഇന്ന് അക്ഷരാർത്ഥത്തിൽ പ്രവർത്തകരെയൊക്കെ ഞെട്ടിച്ചുകൊണ്ടാണ് രാവിലെ ഈ വാർത്ത എത്തിയത്. അതുകൊണ്ട് തന്നെ പ്രവർത്തകരൊക്കെ തന്നെ വളരെയധികം വിഷമത്തിലാണ്. കാരണം തങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന തങ്ങളുടെ സഹപ്രവർത്തകൻ ഇങ്ങനെ ഒരു മരണം സംഭവിച്ചിട്ട് അവിടെ എത്തിപ്പെടാൻ കഴിയാത്ത ഒരു സാഹചര്യം അവരെ വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ പോലും ജില്ലാ സംഘാടക സമിതി ഇതിനെ ഒരു ജില്ലാ സമ്മേളനത്തിൽ ചെറിയ രീതിയിലുള്ളൊരു മാറ്റം വരുത്തിയിട്ടുണ്ട്. കാരണം നാളെ നടത്താനിരുന്ന പൊതുസമ്മേളനവും അതോടൊപ്പം തന്നെയുള്ള പ്രകടനങ്ങളും ഒക്കെ തന്നെ മാറ്റിവെച്ചുകൊണ്ട് അത് അടുത്ത ദിവസത്തേക്ക് പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യുന്ന തരത്തിൽ തന്നെ നാളെ സമയം ക്രമീകരിച്ച പോലെ തന്നെ അടുത്ത ദിവസത്തേക്ക് ആ സമയ ക്രമീകരണത്തിൽ പ്രകടനവും പൊതുസമ്മേളനവും ഒക്കെ മാറ്റിവെച്ചിരിക്കുകയാണ്. നാളെ വൈകിട്ട് ഈ ഇദ്ദേഹത്തിൻ്റെ KKRന്റെ സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത് കൊണ്ടിട്ടാണ് ഇത്തരത്തിൽ ജില്ലാ സമ്മേളനത്തിൻ്റെ ഭാഗമായുള്ള സമാപന സമ്മേളനം പൊതുസമ്മേളനമൊക്കെ മാറ്റിവെച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ ഒരു ക്രമീകരണം വരുത്തിയിട്ടുണ്ട്. എന്തായാലും കായംകുളത്ത് നടന്നു വരുന്ന ജില്ലാ സമ്മേളനത്തിൻ്റെ 2ാം ദിവസമായ ഇന്നും പ്രവർത്തന റിപ്പോർട്ടിന്മേലുള്ള ചർച്ച പുരോഗമിക്കുകയാണ്. കോടിയേരി ബാലകൃഷ്ണൻ, പിണറായി വിജയൻ, VS അച്യുതാനന്ദൻ അടക്കമുള്ള പ്രമുഖ നേതാക്കൾ എല്ലാവരും തന്നെ പൂർണ്ണമായിട്ടും ഈ ചർച്ചയിൽ പങ്കെടുത്തു വരുന്നു. സൗമ്യ. ഷാജഹാനാണ് വിവരങ്ങൾ നൽകിയത്. SFIയിലൂടെ രാഷ്ട്രീയത്തിലേക്ക് ചുവടുവെച്ച KK രാമചന്ദ്രൻ നായർ സാമൂഹിക ഇടപെടലുകളിലൂടെയാണ് തന്റെ ജനകീയ അടിത്തറ ഊട്ടിയുറപ്പിച്ചത്. 1953 ചെങ്ങന്നൂർ ആല പഞ്ചായത്തിലായിരുന്നു KK രാമചന്ദ്രൻ നായരുടെ ജനനം.
പന്തളം NSS കോളേജിലും തിരുവനന്തപുരം ലോ കോളേജിലും പഠനം അഭ്യസിച്ചു. സാമ്പത്തിക ശാസ്ത്രത്തിൽ ബിരുദം നേടി. ലോ കോളേജ് യൂണിയൻ ചെയർമാനായി പ്രവർത്തിച്ചു. SFIയിലൂടെയാണ് പൊതുപ്രവർത്തന രംഗത്തെത്തിയത്. അടിയന്തരാവസ്ഥ കാലത്ത് ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ട്. 2001 ആദ്യമായി ചെങ്ങന്നൂരിൽ നിന്നും നിയമസഭയിലേക്ക് മത്സരിച്ചു. 1465 വോട്ടുകൾക്ക് കോൺഗ്രസിലെ ശോഭന ജോർജിനോട് തോറ്റു. 2016 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിലെ PC വിഷ്ണുനാഥിനെ പരാജയപ്പെടുത്തി MLA ആയി. 7983 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലായിരുന്നു ജയം. 2 തവണ CPM ചെങ്ങന്നൂർ ഏരിയ സെക്രട്ടറി ആയിരുന്നു. ചെങ്ങന്നൂരിലെ കലാസാംസ്കാരിക കൂട്ടായ്മയായ സർഗവേദി രൂപീകരണത്തിന് നേതൃത്വം നൽകി. കരൾ രോഗത്തെ തുടർന്ന് ചികിത്സയിലായിരുന്ന ഇദ്ദേഹം ഇന്ന് പുലർച്ചെ 4 മണിയോടെയാണ് അന്തരിച്ചത്. ന്യൂസ് ഡെസ്ക് പീപ്പിൾ TV. CPM ആലപ്പുഴ ജില്ലാ സമ്മേളനം എന്ന 2ാം ദിനത്തിൽ ചെങ്ങന്നൂർ MLA KK രാമചന്ദ്രൻ നായരുടെ നിര്യാണത്തെ തുടർന്ന് പൊതുസമ്മേളനവും പ്രകടനവും മറ്റന്നാളത്തേക്ക് മാറ്റിവെച്ചു. വർഷങ്ങൾക്ക് ശേഷം VS-ഉം വീരേന്ദ്രകുമാറും ഒരേ വേദിയിലെത്തി. CPM ആലപ്പുഴ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി കായംകുളത്ത് നടന്ന സെമിനാറിന്റെ വേദിയിലാണ് ഇരുവരും വേദി പങ്കിട്ടത്. തിരശ്ശീലയ്ക്ക് പിന്നിൽ നിന്നുകൊണ്ടും RSS രാജ്യത്തെ നിയന്ത്രിക്കുകയാണെന്ന് VS അച്യുതാനന്ദൻ പറഞ്ഞു. RSS അജണ്ട നടപ്പിലാക്കാനുള്ള നീക്കത്തിനെതിരെ ഇടതുപക്ഷം ശക്തിപ്പെടേണ്ടത് അനിവാര്യമാണെന്നും VS അച്യുതാനന്ദൻ ഓർമ്മിപ്പിച്ചു. CPM ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി കായംകുളത്ത് നടന്ന മതേതര ഇന്ത്യ വെല്ലുവിളികളും പ്രതിരോധവും എന്ന സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. നമ്മുടെ രാജ്യത്തിന്റെ ജനാധിപത്യപരമായ നിലനിൽപ്പ് പോലും അപകടപ്പെടുത്തുന്ന രീതിയിലാണ് സംഘപരിവാർ അടിച്ചേൽപ്പിക്കുന്ന ഫാസിസ്റ്റ് പ്രവണതകൾ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതിനെ ചെറുത്തു തോൽപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ നമ്മുടെ രാജ്യം ഇന്നത്തെ രൂപത്തിൽ നിലനിൽക്കുമെന്ന് പറയുവാനാവില്ല. ഈ വെല്ലുവിളി ഏറ്റെടുക്കുക എന്നതാണ് കമ്മ്യൂണിസ്റ്റുകാരെയും ഇടതുപക്ഷ മതനിരപേക്ഷ വാദികളെയും സംബന്ധിച്ചുള്ള അടിസ്ഥാനപരമായ കർത്തവ്യം. ഇത്തവണത്തെ ഇടത് സർക്കാർ ഓർമ്മിക്കപ്പെടുന്നത് അമ്പലങ്ങളിൽ പട്ടികജാതിക്കാരായ പൂജാരിമാരെ നിയമിച്ച സവിശേഷത കൊണ്ടായിരിക്കുമെന്ന് CPM കേന്ദ്ര കമ്മിറ്റി അംഗം A. വിജയരാഘവൻ പറഞ്ഞു. ഇപ്പൊ നിയമിക്കപ്പെട്ട ഈ പൂജാരികൾ നാളെ ശാന്തിക്കാരും മേൽശാന്തിക്കാരുമായി നിന്ന് ഗുരുവായൂർ അമ്പലത്തിന്റെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രധാനപ്പെട്ട ഒരു അമ്പലത്തിന്റെയോ ആ ശ്രീകോവിലിൽ നിന്ന് പുണ്യാഹം ഈ നാട്ടിലെ സവർണ മേധാവികളുടെ കൈകളിൽ ഒഴിച്ചു കൊടുക്കുന്ന ദിവസങ്ങൾ സൃഷ്ടിക്കാനാകുമെന്ന് ഈ ഇടതുപക്ഷ ഗവൺമെന്റ് ഇവിടെ ചരിത്രത്തിലേക്ക് ആലേഖനം ചെയ്തു വെച്ചിരിക്കുകയാണ്. രാജ്യത്ത് BJP അധികാരത്തിൽ വന്ന ശേഷം ജനങ്ങളുടെ സ്വകാര്യത നഷ്ടമായെന്ന് ജനതാദൾ U സംസ്ഥാന പ്രസിഡന്റ് വീരേന്ദ്രകുമാറും പറഞ്ഞു. ഷജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ.